കൊഴുവ് മുളകിട്ട കറി നമ്മൾ പലതരത്തിലും തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഈ കറിക്ക് വേറെ ടേസ്റ്റാണ് കേട്ടോ. യൂബീസ് ടേസ്റ്റി ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇത് 300 ഗ്രാം കൊഴുവ് കാണും കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി ഞാൻ ഫ്രീസറിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിരുന്നതാണ്. അതെടുത്തൊന്ന് പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചുവന്നുള്ളി, ഒരു 10-20 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. അത് പൊളിച്ചെടുത്തിട്ടുണ്ട്. ചെറുതാക്കൊന്നും വേണ്ട. പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഇത്രയും മതി. വെളുത്തുള്ളി കൂടുതൽ വേണം, ഇഞ്ചി കുറച്ച് മതി. അപ്പം ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു എന്താ പറയുക, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ എണ്ണ ചൂടാകുമ്പോൾ ഈ ഉള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് നമുക്കിത് അരയ്ക്കാനുള്ളതാണ്. ഇത് ഒത്തിരിയൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി, വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളൂ, അതും അരിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇഞ്ചി 2 കഷ്ണം, ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് ഇതിനകത്തേക്ക് ബാക്കി പൊടികൾ ചേർക്കാനുണ്ട്. ഇത്രയായാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് 2 തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ചെറിയ തക്കാളി ആണെങ്കിൽ 2, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. അപ്പോൾ ഈ തക്കാളി ഇനിയൊന്ന് സോഫ്റ്റായി വരണം. സോഫ്റ്റായി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഇത്തിരി നേരം ഇരിക്കട്ടെ. അപ്പോൾ അത് വേഗം ഈ തക്കാളി സോഫ്റ്റായിട്ട് വരും. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. മുളക് പൊടി 2 ചെറിയ സ്പൂണിന് 2 സ്പൂണേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ എന്താ പറയുക, പിരിയൻമുളകിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം മുഴുവനും ഇട്ടാലും മതി, ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ടിരിക്കുകയാണേ. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവിടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ചട്ടിക്കകത്തൊരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ ചട്ടിക്കകത്ത് തന്നെയാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അരയ്ക്കാനായിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ചട്ടി എടുത്ത് വെച്ചിട്ട് 1 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി നമുക്ക് അതിനകത്തൊരു അല്പം ഉലുവ, ഒരു എന്താ പറയുക, വളരെ 1/4 സ്പൂൺ ഉലുവ മതി കേട്ടോ. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2-3 പച്ചമുളക്, ഞാൻ പറഞ്ഞില്ല കുറച്ചല്ലേ ഉള്ളൂ നമുക്ക്, ഞാനൊരു 3 പച്ചമുളക് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നടുവേ ഒന്ന് പൊളന്നിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരട്ടെ. അപ്പം നമ്മൾ അത് അരച്ച് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മുളകും തക്കാളിയും എല്ലാം കൂടെ വഴറ്റിയിട്ട്, ഉള്ളി എല്ലാം കൂടെ വഴറ്റിയിട്ട് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ്. തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഇനി നമുക്ക് എത്രയാണ് വെള്ളം ആവശ്യമുള്ളത്, ആ വെള്ളം അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. നമുക്കറിയാമല്ലോ, മിക്സിയുടെ ജാറ് കഴുകി ഒഴിക്കണം. ഈ കറി നല്ല എന്താ പറയുക, കൊഴുവയിൽ നല്ല പിടിച്ചിരിക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ്. പൊതുവേ കൊഴുവ കറി വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇത്തിരി ചാറായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും പിടിക്കില്ല മീനിൻ്റെ പുറത്തൊന്നും. ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് പുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുടംപുളിയാണ്. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ഇതെല്ലാം ഇറങ്ങി ഞാൻ ഇതിൻ്റെ ഇത് മാറ്റിയിട്ട് പിശീട് മാറ്റിയിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് വേണമെങ്കിൽ വാളംപുളിയും ചേർക്കാം കേട്ടോ. ചിലരൊക്കെ വാളംപുളി ചേർത്തും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ പുളിക്ക് ഒരു കട്ടുണ്ടല്ലോ, അതില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച്, ഞാൻ പറഞ്ഞില്ല, വെള്ളം അവനവൻ്റെ എത്ര വേണോ അതിൻ്റെ കൺസിസ്റ്റൻസി അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിത് വളരെ കൊഴുത്തിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇത് തിളയ്ക്കട്ടെ ഒന്ന്. അപ്പോൾ ഇനി നിങ്ങൾ കൊഴുവ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ആ മീൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒട്ടൊന്നും പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇളക്കരുത്.
ഇളക്കാതെ തന്നെ നമ്മൾ അത് മീനൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ്, ഇത് വേഗം 5 മിനിറ്റൊക്കെ മതി കേട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇളക്കിയിട്ടൊന്നുമില്ല, ഒന്ന് 5 മിനിറ്റ് മൂടി വയ്ക്കാൻ പോവാണേ. ഇനി നമുക്കത് 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഉണ്ടോ, നല്ല കൊഴുത്ത രൂപത്തിലായിട്ടുണ്ട്. ഒന്ന് ഞാൻ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഉപ്പ് പുളിയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം പാകത്തിനാണ് കേട്ടോ. ആ 1 സ്പൂൺ ഉപ്പ് പാകത്തിനാണ്. പിന്നെ ഇത്തിരി കറിവേപ്പില ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇനി ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ്. ഇനി നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, അത് ഒന്നുകൂടെ ടേസ്റ്റാവും. ഇത് ഞാനപ്പോൾ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. ഒരു അല്പം പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറി മൂടി വയ്ക്കുവാണ്. മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഈ കറി എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അത് നോക്കിയേ, ഇപ്പം നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കറി ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാൻ. അതാ നല്ല ടേസ്റ്റാണ്. പെരിഞ്ചീരക പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.